ഈ ഡാഷ് മോൻ ഏതാണ് സാറേ? എന്റെ പിന്നിൽ നിന്ന് ഒരു സ്വരം കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കി. ഒരു സാധുവായ മനുഷ്യൻ ഒരു പ്രതിമയുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ടാണ് എന്നോട് ചോദിക്കുന്നത്. ഈ ഡാഷ്മൺ, ഡാഷ് എന്ന് പറയുന്നത് അത് പൂരിപ്പിക്കുന്നത് തന്നെയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച കേരളത്തെ തന്നെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിന്റെ മുമ്പിലുള്ള ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ആ രൂപത്തെ നോക്കി അദ്ദേഹം വായിൽ തോന്നുന്ന തെറികൾ പറയുകയായിരുന്നു. മഴ ആഘോഷിച്ചതാണ്. തുള്ളിമഴ കൊണ്ടു കഴിഞ്ഞപ്പോൾ വന്ന പനിയും ജലദോഷമാണ്. ജലദോഷത്തിനുണ്ട് അവിടെ രാവിലെ ഇങ്ങി പോന്നതാണ്. രാവിലെ ഇങ്ങി പോന്നപ്പോ ഇവരെന്നാ പറ്റി? ഇവര് അവിടെ പിടിച്ചങ്ങ് കിടത്തിയിട്ട് എന്നെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, അതെന്തോ ഭയങ്കര വലിയ അസുഖമാണ്, അതിന്റെ ആരംഭമാണ്, ഒത്തിരി ടെസ്റ്റുകൾ നടത്തണം. അതിനു മുന്നേ ആയിട്ട് എന്നോട് ആ മേശപ്പര അടുത്തിരിക്കുന്ന ഒരുത്തം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോന്ന്. ഞാൻ ചോദിച്ചു, നമ്മളൊക്കെ ഒരു നാട്ടിൻപുറത്തുകാരല്ലേ സാറേ, നമ്മളൊക്കെ ഉണ്ടാവുമോ ഇൻഷുറൻസും മറ്റൊക്കെ? ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഉടനെ അയാൾ വേറെ എന്തൊക്കെ കുറെ വെട്ടി. അതിനുശേഷം അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പേവാർഡ് വേണമെന്ന് ചോദിച്ചു. 1300 രൂപയാണ് പേവാർഡ്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് സാധാരണ കിടപ്പ് മതി. അപ്പൊ അയാൾ പറഞ്ഞു വാർഡോ? ആ വാർഡ് 400 രൂപയ്ക്ക് വാർഡ്. ഞാൻ അവളെ ഇന്നലെ ഇവിടെ കിടത്തി. കൂട്ടത്തിൽ ഭാര്യയെയും കൊണ്ടുവന്ന് നിർത്തി. ഇന്ന് രാവിലെ ഞാനിവിടെ എത്തിയപ്പോഴാണ് എനിക്കൊരു ബില്ല് തരുന്നത്. ആ ബില്ലിൽ കണ്ടില്ലേ സാറേ, 4766 രൂപ ആണ് കിടക്കുന്നത്. ഞാൻ നോക്കിയ ബില്ലുകൾ, ബ്ലഡ് കുറച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡോളോ മരുന്ന് കൊടുത്തിട്ടുണ്ട്, അതിനപ്പുറത്തൊന്നും അവർ ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഗ്ലൂക്കോസും കൊടുത്തിട്ടുണ്ട്. അതിനാണ് ഈ പറഞ്ഞ 4766 രൂപ വന്നിരിക്കുന്നത്. എനിക്ക് വളരെ വിഷമം തോന്നി. ഒരു വിശുദ്ധന്റെ പേരിലുള്ള ഒരു സ്ഥാപനം, ഒരു ഹോസ്പിറ്റൽ, അതിനാണ് ഈ ജനങ്ങളെ കത്തിവെക്കുന്ന, ബ്ലേഡ് വെക്കുന്ന, അതൊന്നും പറയാൻ പറ്റില്ല, ഗ്ലാസ് മുറിക്കുന്ന ഡയമണ്ട് ടിപ്ഡ് കട്ടർ എന്ന് വേണേ പറയാം. അത് വെറും മണിക്കൂറുകൾ മാത്രം കിടന്ന ആ പെൺകുട്ടിയുടെ അടുത്തു നിന്നാണ് അത്രയും വാങ്ങിയത്. എനിക്ക് വളരെ വിഷമം തോന്നി. ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞത്, ഞാനിത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും സാറേ ഈ കാശ്? ആശുപത്രിക്കിടത്തെയോ നേഴ്സുമാരെയോ ഡോക്ടറിനെയോ തെറി വിളിച്ചിട്ട് കാര്യമില്ലെന്ന് അദ്ദേഹത്തെ മനസ്സിലായി. ഇങ്ങേരല്ലേ ഈ ആശുപത്രിയുടെ മുതലാളി, ഇങ്ങേരെ തന്നെയാണ് തെറി വിളിക്കേണ്ടത്. ഇങ്ങേര് വിചാരിച്ചാൽ ഞങ്ങളോട് കരുണ കാണിക്കാമായിരുന്നു. ഇങ്ങേരും ഈ കൊള്ളിവയ്പ്പിന് പിടിച്ചു പറിക്കും കൂട്ടല്ലേ. ഈശോയുടെ ശിഷ്യൻ, അല്പവിശ്വാസി. ആ മനുഷ്യനൊരു ക്രിസ്ത്യാനിയൊന്നുമല്ല. എന്നിട്ടും അദ്ദേഹത്തിന് മനസ്സിലായി ആ പേര് കേട്ടപ്പോൾ അത് അല്പവിശ്വാസിയാണെന്ന്. ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം. ഇന്ന് ആരും പുണ്യാളന്മാരെ തെറിവിളിച്ചു പോകുന്ന ഇടങ്ങളാണ് ഹോസ്പിറ്റലുകൾ, ബ്ലൈറ്റ്സ് എന്ന് പറയാം. പുണ്യാളന്മാരെ തെറി പറയുന്നവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, നിങ്ങളും മനസ്സിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവാം ആ തെറികൾ, അല്ലേ? നിങ്ങൾ പറയുന്നത് അവിടുത്തെ നേഴ്സിനെയോ ഡോക്ടറിനെയോ മറ്റുള്ളവരൊന്നും അല്ല. പക്ഷെ പറയുന്നത് സെന്റ് മേരീസ് ആവാം, സെയിന്റ് ആന്റണി ആവാം, സെന്റ് ജോസഫ് ആകാം, സെന്റ് തോമസ് ആകാം. ഇവരെയായിരിക്കും. കാരണം എന്ത്? ഈ പേരുകളിലാണ് നമ്മളുടെ ബ്ലൈഡായ ഹോസ്പിറ്റലുകൾ വരുന്നത്, ബ്ലൈഡായ സ്ഥാപനങ്ങൾ വരുന്നത്. അപ്പോൾ ഈ പാവൻ ജനങ്ങൾ ആരെയാണ് വിളിക്കേണ്ടത്? തെറി പുണ്യാളന്മാരെ തെറി പറയുന്നവരല്ല, തെറി പറയിക്കുന്നവരാണ്. ഇത് പുണ്യാളന്മാരെ തെറി പറയുന്നവരുടെ കുഴപ്പമല്ല, അവരുടെ കുറ്റമല്ല. പുണ്യാളന്മാരെ തെറി പറയിക്കുന്ന കുറ്റമാണ്. ഏതെങ്കിലും അച്ഛന്മാരുടെ, ഏതെങ്കിലും ബിഷപ്പ്മാരുടെ പേരിലാകട്ടെ ഈ സ്ഥാപനങ്ങള്, അവര് കേട്ടോട്ടെ തെറി. അവരല്ലേ പാവങ്ങളെ പിഴിയുന്നത്. അതാണ് ഈ വിശുദ്ധരുടെ പേരിടുന്നതാണ്, ആ വിശുദ്ധരുടെ പേരിടിയിപ്പിക്കുന്നതാണ് അവരുടെ ലക്ഷ്യം. ഈ തെറി പറയുന്ന, തെറി കേൾക്കലിൽ നിന്ന് അവർക്ക് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അവരുടെ പിടിവലിയതായിരുന്നു. ക്രൈസ്തവരാണ് ഇവിടെ കൂടുതൽ വരുന്നത്. അവരെ പിഴിയുന്നതിന് കാരണമുണ്ട്. പള്ളികളിൽ പല പേരുകളിൽ ഇത് തന്നെയാണല്ലോ നടക്കുന്നത്. പല രീതിയിലും
നമ്മുടെ പോക്കറ്റിലെ ക്യാഷാണ് അങ്ങോട്ട് പോകുന്നത്. അതാകാം ഈ പാവങ്ങളെ പിഴിയുന്ന ലൈസൻസും. ക്രൈസ്തവ സഭാംഗങ്ങളായ അൽമായരെ പോലെ വിശുദ്ധരായവർ ലോകത്ത് വേറെ ആരുണ്ട്? ഈ പാവങ്ങൾ മുകളിൽ നിന്ന് പറയുമ്പോൾ അവർ കേൾക്കും. കാര്യമെന്താണ്? കുരിശ് കണ്ടാൽ, വിശുദ്ധരെ രൂപം കണ്ടാൽ, വിശുദ്ധരെ പേര് കേട്ടാൽ അവരുടെ മനസ്സങ്ങ് വിങ്ങും. അവിടെ വീഴും ചില്ലറകളും നോട്ടുകളും അവിടെ വീഴ്ത്തപ്പെടും. നമ്മൾക്ക് അനുഭവേദ്യമായ കാര്യങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഈ ബുദ്ധിമുട്ടുകളും ഈ കഷ്ടപ്പാടുകളും ഉള്ള അൽമായരാണ് പലപ്പോഴും തിരിച്ചറിയപ്പെടുക. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ പാവങ്ങളായ അൽമായരോടല്ല, പാവങ്ങളായ സാധു മനുഷ്യരോടല്ല, ഈ സ്ഥാപനത്തിൻ്റെയൊക്കെ മുകൾ തട്ടിയിരിക്കുന്നവരോടാണ്. ആ മുകളിൽ നിൽക്കുന്ന പ്രതിഭകളായ വിശുദ്ധരോടല്ല, സഭയുടെ മുകൾ തിരഞ്ഞുള്ള പോപ്പിനോടല്ല. നമ്മുടെ കാശ് കൊണ്ടാണ് ഓരോ സ്ഥാപനങ്ങളും വന്നിട്ടുള്ളത്. വിദേശ കാശുണ്ടാവാം, അതും പാവങ്ങൾക്ക് വേണ്ടി തരുന്നതാണ്. നമ്മൾക്ക് അവരെ പിരിയാനുള്ള ലൈസൻസിന് വേണ്ടി തരുന്നതല്ല. നിങ്ങൾ അല്പമൊന്ന് ചിന്തിക്കൂ. ഒരു പാരസെറ്റാമോള് അല്ലെ $10 കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു കുപ്പി ഗ്ലൂക്കോസ് കയറ്റുന്നതിന്, ഒരു 400 രൂപയുടെ വാർഡ് എടുപ്പിക്കുന്നതിന് വാങ്ങിക്കാമോ? ഒരു കഫ് സിറപ്പ് കൊടുക്കുന്നതിന് വാങ്ങിക്കാമോ 4000 ചില്ലാനം രൂപ? എനിക്ക് വളരെ വിഷമമുണ്ടായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ബില്ല് വാങ്ങിച്ചു. അദ്ദേഹത്തിനോട് ചോദിച്ചു, ചേട്ടൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? എൻ്റെ കയ്യിലുണ്ടായിരുന്ന 2000 രൂപയായിരുന്നു. അത് ഞാൻ ഇന്നലെ തന്നെ അവിടുന്ന് ഇവിടുന്ന് വാങ്ങിച്ച് ഹോസ്പിറ്റലിൽ അടച്ചു. ബാക്കി എത്രയാണെന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് എന്നെ എടുത്ത് കാണിക്കാണ്. 700 രൂപയാണ് സാറേ. ഈ 700 രൂപ ഇനി എന്നാത്തിനുണ്ട്? 4766 രൂപ കൊടുക്കണ്ടേ? ഞാൻ ചോദിച്ചു, ഇനിയുള്ള കാശ് എങ്ങനെ അടക്കും? അതിനാണ് സാറേ ഞാൻ ഇങ്ങേരുടെ അടുത്ത് വന്നിരിക്കുന്നത്, ഇങ്ങേരെ പ്രാർത്ഥിക്കുന്നത്, കരഞ്ഞ് അപേക്ഷിക്കുന്നത്. ചേട്ടന് ഇനി എത്ര രൂപ കൂടി വേണം? 2100 രൂപ വേണമല്ലേ? ഞാൻ ചോദിച്ചു, ചേട്ടന് ഗൂഗിൾ പേ ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഫോൺ പോലുമില്ല. ദേ ഈ ഫോണാണെന്ന് പറഞ്ഞ് പണ്ടത്തെ ഒരു ഫോൺ കാണിച്ചു. എനിക്കിപ്പോ കാശ് തരാനായിട്ട് എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഗൂഗിൾ പേ ആണ്. ഒരു കാര്യം ചെയ്യാം, ആ ഹോസ്പിറ്റലില് ഗൂഗിൾ പേയില് ഞാൻ ബാക്കി കാശടക്കാം. ഞാൻ ചെന്ന് 2100 രൂപയും അവിടെ അടച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചതിന്, ഞാൻ കരഞ്ഞതിന് ഫലമുണ്ടായി. സാർ ഇവിടെ എത്തിയില്ലേ? ഈ പുണ്യാളിനാണ് സാറിനെ ഇവിടെ എത്തിച്ചത്. ഞാനും സന്തോഷിച്ചു. എൻ്റെ ഫ്രണ്ട് അവിടെ കാർഡിയാക്ക് അറസ്റ്റ് വന്ന് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ എത്തിയതാണ്. ഞാൻ ഇതിനടുത്തൊരു പ്രദേശം വരെ എനിക്ക് വരേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയതും താങ്കളെ കാണാനുള്ള അനുഗ്രഹം ദൈവം നൽകിയത്. താങ്കൾക്ക് ഞാൻ നൽകുന്നത് ഔദാര്യമല്ല, ഇത് താങ്കൾക്ക് കിട്ടേണ്ട അവകാശമാണ്. ദരിദ്രന് കിട്ടുന്ന സഹായം എന്ന് പറഞ്ഞാൽ അവന് കിട്ടേണ്ട അവകാശമാണ് എന്ന് കരുതുന്ന ആളാണ് ഞാൻ. തിരികെ കിട്ടാനല്ല, ഒരച്ഛനെയും താറടിക്കാനുമല്ല ഞാൻ ചെയ്തത്. ആ പാവങ്ങളെ നോക്കാനാണ്. കർത്താവ് ക്രിസ്തു ആരോടൊപ്പമായിരുന്നു? ദരിദ്രരോടൊപ്പം. പഴയ നിയമ ചരിത്രത്തിലോട്ട് പോവുകയാണെങ്കിൽ, അതായത് ബൈബിളിലെ പഴയ നിയമങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ എവിടെയും കാണുന്നത് ദരിദ്രരോടുള്ള ദയയാണ്, ദരിദ്രരോടുള്ള കരുതലാണ്, ദരിദ്രരെ ചേർത്ത് പിടിക്കലാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും സുവിശേഷങ്ങളിലൂടെ പോകുമ്പോഴും നാം കാണുന്നത് അത് തന്നെയാണ്. ക്രിസ്തു ജെറുസലേം ദേവാലയത്തിൽ കച്ചവടക്കാരെ അടിച്ചോടിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. പലരും പലയിടങ്ങളിലും ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ് ക്രിസ്തുവിന്റെ പ്രതികരിക്കൽ, പ്രതിഷേധിക്കൽ, അനീതിക്കെതിരെ, അഴിമതിക്കെതിരെ ഉള്ള പ്രതിഷേധത്തിന് എടുത്തു കാണിക്കുന്നത് ക്രിസ്തുവിന്റെ ഈ ഭാഗമാണ്. ഞാനും ഇവിടെ എടുത്തു കാണിക്കുന്നത് മറ്റൊന്നുമല്ല, ആ ദേവാലയത്തിൽ നിന്ന് കച്ചവടക്കാരെയും നാണയമാറ്റക്കാരെയും ആടുമാടുകളെയും
ഓടിച്ചത് എന്തുകൊണ്ടാണെന്നറിയാവോ? ദേവാലയത്തിനുള്ളിലൊന്നും ഇവരെ കേറ്റില്ല. ഈ മൃഗങ്ങളെയും കച്ചവടക്കാരെയും. അത് യഹൂദരാണ്. യഹൂദരുടെ നിയമങ്ങൾ അങ്ങനെയാണ്. യഹൂദരുടെ കർശനമായ നിയമമാണ്. പിന്നെ എവിടെയായിരിക്കും ഈ കച്ചവടക്കാരെ കയറ്റിയിരിക്കുന്നത്? എവിടെയായിരിക്കും ആടുമാടുകളെ കയറ്റിയിരിക്കുന്നത്? എവിടെയായിരിക്കും പക്ഷികളെ കയറ്റിയിരിക്കുന്നത്? അത് ദരിദ്രർക്കുള്ള ഭാഗത്താണ്. ഔട്ട് ഓഫ് കോർട്ട് എന്ന് പറയുന്നത് പോലെ ദേവാലയത്തിന്റെ പുറത്തെ ഭാഗം, അതായത് ദേവാലയത്തിന്റെ തന്നെയായ ഒരു ഭാഗമാണത്. അത് ദരിദ്രർക്കും പാവങ്ങൾക്കും വരാനുള്ള, ആരാധിക്കാനുള്ള, പ്രാർത്ഥിക്കാനുള്ള ഇടമാണ്. ആ ഇടം കവർന്നുകൊണ്ടാണ്, ദരിദ്രരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട്, പ്രാർത്ഥിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവിടെ കച്ചവട സ്ഥലമാക്കിയത്. അവിടെയാണ് ക്രിസ്തു എഴുന്നേറ്റത്. അവിടെയാണ് ക്രിസ്തു ചാട്ടവാറെടുത്തത്. അവിടെയാണ് ക്രിസ്തു അവരെ പുറത്താക്കിയത്. മനസ്സിലാക്കണം, ദരിദ്രരോട് എന്നും കരുണ കാട്ടിയിരുന്നതാണ് ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ ശിഷ്യന്റെ പേരിലുള്ള ആ ഹോസ്പിറ്റല്, അതുപോലെ കേരളത്തിലെ തന്നെ വിശുദ്ധരുടെ പേരുള്ള ഹോസ്പിറ്റലുകൾ, അതുപോലെ മറ്റ് പല ജാതി മതത്തിനുമുള്ള വ്യത്യസ്ത ഹോസ്പിറ്റലുകൾ, ഇവരൊന്നും നമ്മളെ ഉദ്ധരിക്കാനോ പുനരുദ്ധരിക്കാനോ നമ്മുടെ അസുഖങ്ങൾ മാറ്റാനോ നമ്മെ ദൈവത്തിങ്കിലേക്ക് ആക്കാനല്ല. ദൈവം വസിക്കുന്ന ഇടമാണ്, അല്ലേ? ദൈവത്തിന്റെ ആലയം. ദൈവത്തിന്റെ ആലയം തന്നെയാണ് ഹോസ്പിറ്റൽ എന്ന് മനസ്സിലാക്കുക. കാരണം ദൈവത്തെ അനുദിനം ദർശിച്ചുകൊണ്ടിരിക്കുന്ന, സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരിടമായ ഹോസ്പിറ്റൽ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ പാവങ്ങളും അങ്ങോട്ട് എത്തുന്നത്, നമ്മളും എത്തുന്നത്. ദൈവത്തെ കാണാൻ, ഡോക്ടറെ ദൈവത്തെ പോലെ കാണുന്നവരാണ് നാം. അതെ, തീർച്ചയായും ആ ദേവാലയത്തിന്റെ പരിശുദ്ധിയോടെ, പാവനതയോടെ നിങ്ങളും അത് കാത്തു സൂക്ഷിക്കണം. പാവങ്ങൾക്കായി തുറന്നിടണം മലർക്കെ. അവർക്ക് വേണ്ടിയായിരുന്നു വെള്ളയടിച്ച കുഴിമാടങ്ങളെന്ന് ഇവരെ നോക്കി പറഞ്ഞെങ്കിൽ കാരണമെന്തേ? അവർ വിധവയുടെ വീടുകളിൽ കയറി ഇറങ്ങുന്നവരാണ്. വിധവയുടെ കാശുകൾ തട്ടിയെടുക്കുന്നവരാണ്. ആ രീതിയിൽ തന്നെയല്ലേ ഇന്നുള്ള പല ക്രൈസ്തവ ഹോസ്പിറ്റലുകളും. ക്രൈസ്തവരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഹൈന്ദവരുടേതായാലും മുസ്ലിങ്ങളുടേതായാലും എല്ലാം നമ്മളെ പിഴിയാനാണ്. വിശുദ്ധൻ എന്ന് പറഞ്ഞപ്പോൾ, പുണ്യാളൻ എന്ന് പറഞ്ഞപ്പോൾ, ആ ക്രൈസ്തവ സ്ഥാപനം മാത്രമല്ല ഞാൻ പറയുന്നത്, ഗവൺമെന്റ് അല്ലാത്ത എല്ലാ മാനേജ്മെന്റുകളും ഇങ്ങനെയാണ്. സനാതന ധർമ്മങ്ങളല്ല അവിടെ നടക്കുന്നത്, അവിടെ മറ്റൊരു തലത്തിലേക്കാണ്. അപ്പോ അത് പല പേരിൽ, അല്ലേ, പല ജാതികളുടെ പേരിൽ, പല വ്യക്തികളുടെ പേരിൽ ഇവിടെ പിഴിയലുണ്ട്. അത് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഒരു വ്യക്തമായിട്ട് ഒരു മതത്തെ മാത്രം എടുത്ത് പറഞ്ഞതല്ല. ഞാൻ വിശുദ്ധന്റെ കാര്യം പറഞ്ഞ മറ്റൊന്നുമല്ല. ആ വിശുദ്ധനെ അദ്ദേഹം അനാവശ്യം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ വിശുദ്ധനിൽ കിട്ടേണ്ട തെരകൾ മറ്റൊരു തലത്തിലേക്ക്, ഈ ഹോസ്പിറ്റലുകളുടെ അഡ്മിഷനിൽ വരുന്നവരിലേക്ക് തിരിയട്ടെ എന്ന രീതിയിലാണ് അവരുടെ സ്ഥാനങ്ങൾ പറഞ്ഞത്. ഞാനൊരു ക്രിസ്ത്യൻ വിരോധിയല്ല, മതവിരോധിയല്ല, ആ ജനങ്ങളോടൊപ്പമുള്ള ഒരാളാണ്. ആ വികാരം ഉൾക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ ഹോസ്പിറ്റലുകൾ പലതരത്തിൽ മാറ്റപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെയും ലോകത്തിലെയും പല പ്രഗത്ഭരായ, പ്രശസ്തരായ കോർപ്പറേറ്റുകൾ നമ്മുടെ ഹോസ്പിറ്റലുകൾ എടുത്തു തുടങ്ങിയിരിക്കുകയാണ്. മറ്റൊന്നിലുമല്ല, ഏറ്റവും നല്ല ബിസിനസ് ഇതാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കടമില്ലാതെ കാശ് കിട്ടുന്ന ഇടമാണ്. ഇൻഷുറൻസ് കവറേജ് ഉണ്ടവർക്ക്, ഇൻഷുറൻസുമായി ടൈപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് ആ കാശ് കിട്ടും. പ്രിയരെ, പ്രതികരിക്കണം. നാം ചോദിക്കണം, എന്തിനാണ് ബ്ലഡ് ചെക്ക് ചെയ്യുന്നതെന്ന്. നാം ചോദിക്കണം, ഒരു പ്രശ്നമില്ലാതെ ഭക്ഷണം കഴിച്ചു വന്ന പെൺകുട്ടിക്ക് എന്തിന് ഗ്ലൂക്കോസ് കൊടുക്കുമെന്ന് ചോദിക്കണം. നാം ചോദിക്കണം, എന്തിന് അനാവശ്യമായി ഇഞ്ചക്ഷൻ ചെയ്യുന്നു ചോദിക്കണം. നാം ചോദിക്കണം, അവൾക്ക് എഴുതുന്ന മരുന്നുകൾ എന്തിനും ചോദിക്കണം. അവൻ എഴുതുന്ന മരുന്നുകൾ എന്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം ചോദിക്കണം. നമ്മൾക്ക് അവകാശമില്ലേ? റൈറ്റ്. നമ്മൾക്ക് നമ്മുടെ അവകാശങ്ങൾ പ്രഖ്യാപിക്കുന്ന, പറയുന്ന ഇടങ്ങളായി മാറണം ഓരോന്നും. നമ്മൾക്ക് തീരുമാനിക്കാം നമ്മളെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. നമ്മുടെ പല സഹോദരങ്ങളുടെയും കിഡ്നിയും ഓവറിയും മറ്റുള്ള പല സാധനങ്ങളും അടിച്ചു മാറ്റാറുണ്ട്.
ഒരു ആക്സിഡന്റായി ചെല്ലുന്നവരിൽ നിന്ന്. നിങ്ങൾ ചിന്തിക്കണം, ഇവിടെ പല ഹോസ്പിറ്റലുകാരും മസ്തിഷ്ക മരണം, ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞ് ഒത്തിരി പേരെ വിടും. ആക്ച്വലി അവർ ബ്രെയിൻ ഡെത്ത് ആണോ? ചിന്തിക്കണം. എനിക്ക് പറയാനുണ്ട് ഒത്തിരി. നിങ്ങൾ അറിയുക, മുസ്ലിം വിഭാഗത്തെ, ഞാൻ മുസ്ലിം വിഭാഗത്തെ കുറ്റം പറയല്ല, മുസ്ലിം വിഭാഗത്തെ എത്ര പേരെയാണ് അവർ ബ്രെയിൻ ഡെത്ത് ആയിട്ട് മാറ്റുന്നത്? വളരെ വിരളമാണ്. ചിന്തിക്കുക. കാരണം എന്താണ്? അവർ പ്രതികരിക്കും. അവർക്കറിയാം തങ്ങളുടെ സഹോദരങ്ങൾ, തങ്ങളുടെ പിതാവ് മരിച്ചിട്ടില്ലെന്നുള്ളത്. നിങ്ങൾ ചിന്തിക്കുക, യൂറോപ്പില്, ഇറ്റലിയില് എത്ര മണിക്കൂർ കഴിഞ്ഞാണ് ഒരു ബോഡി, ഒരു ശരീരം മരിച്ചതിന് ശേഷം 3 ദിവസവും 2 ദിവസവും കഴിഞ്ഞാലേ അവര് എന്ത് ചെയ്യുള്ളൂ? അവർ സിമിറ്റേരിയിൽ കൊണ്ടുപോയി മൂടുമുള്ളൂ. കാരണം എന്താണ്? ആ സമയം ഒരുപക്ഷെ ആ ബോഡിക്ക് ജീവൻ ഉണ്ടാകാം, ജീവൻ തിരിച്ചു വരാം. അതിലേക്ക് അവർ വന്നത് എങ്ങനെയാണ്? അവർ ഒരിക്കൽ ശവപ്പെട്ടികൾ തുറക്കേണ്ടി വന്നു. ഒരു സിമിത്തേരി റിന്യൂ ചെയ്യേണ്ട ഒരവസരത്തിൽ അവർ ശവപ്പെട്ടി തുറന്നു. ശവപ്പെട്ടി തുറന്നപ്പോ എന്താ കണ്ടത്? ആ ശവപ്പെട്ടിയുടെ ഉള്ളില് കൈകൾ വെച്ച് മാന്തിയ പാടുകൾ, നഖങ്ങൾ പോറിയ പാടുകൾ. ആ പാടുകൾ കണ്ടപ്പോ മനസ്സിലായി, തൻ്റെ സഹോദരങ്ങൾ, തൻ്റെ പിതാവ്, തൻ്റെ മാതാവ്, തൻ്റെ അപ്പൂപ്പൻ, അമ്മമ്മ, മക്കൾ, ഇവരൊന്നും അപ്പോൾ മരിച്ചിരുന്നില്ല എന്ന് നാം ചിന്തിക്കുക. ബ്രെയിൻ ഡെത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അവയവങ്ങൾ മറ്റുള്ളവർക്കായി കൊടുക്കുമ്പോൾ, അവരതിലൂടെ കോടികൾ ഉണ്ടാക്കുമ്പോൾ ചിന്തിക്കുക, അത് സത്യത്തിൽ മരണമായിട്ടുണ്ടാവില്ല. നിങ്ങൾ കണക്കെടുക്കൂ, മുസ്ലിങ്ങളായ പാവങ്ങളുടെ എത്ര പേരെയാണ് ബ്രെയിൻ ഡെത്ത് ആയിട്ട് അവർ മാറ്റിയത്? കണക്കെടുത്ത് നോക്കൂ. ക്രൈസ്തവരും ഹിന്ദുക്കളും മാത്രമാണ് ഈ ബ്രെയിൻ ഡെത്തിൽ വരുന്നത്. അവരുടെ അവയവങ്ങളാണ് എവിടെയും വെട്ടിമാറ്റപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു കുഞ്ഞിനെ മരണത്തോടനുബന്ധിച്ച് ഒരു ബന്ധു പറഞ്ഞിരുന്ന ഒരു കാര്യമില്ലേ? ആ ഹോസ്പിറ്റലുകാര് നിങ്ങൾ കാശ് വാങ്ങിച്ചു എന്ന് പറഞ്ഞ്, നിങ്ങൾക്ക് കാശ് കൊടുക്കാനെന്ന് പറഞ്ഞ് കാശ് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് വീഡിയോയിൽ വന്നു. സത്യമാണോ മിഥ്യയാണോ എന്നറിയില്ല. അപ്പൊ മനസ്സിലാക്കുക, നമ്മുടെ ഹോസ്പിറ്റലുകൾ, നമ്മുടെ വിശുദ്ധരുടെയും വിശുദ്ധകളുടെയും പേരിലുള്ള ഹോസ്പിറ്റലുകൾ ദയവായി വറുങ്ങാനുള്ളതാവല്ലേ, പിഴിയാനുള്ളതാവില്ലേ, നന്മയിലേക്കുള്ളതാവണേ, അവരെ കാക്കാനുള്ളതാവണേ, കാത്തു രക്ഷിക്കാനുള്ളതാവണേ. അവരുടെ അസുഖം മറ്റേ ദൈവവചനം വെറ്റ് നിറയെ മുറി നിറയെ എഴുതി വെച്ചിട്ട് എന്താ കാര്യം? ഞാൻ കണ്ടു ഒത്തിരി. കഴിഞ്ഞ ദിവസം കണ്ടത് എന്താണ്? അത് അവരെ അനുകൂലിക്കുന്ന ഒന്നാണ്. കാരണം ദാനം ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് നല്ല വാക്കുകൾ സംസാരിക്കുന്നത്. അതെ, ഇവർ നല്ല വാക്കുകൾ സംസാരിക്കും, അവര് നമ്മളെ സോപ്പിടും കാശടക്കാൻ. എവരും ദൈവം കേൾക്കട്ടെ. നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഒരു പനി വരുമ്പോൾ നമ്മൾ അടുത്തുള്ള ഡോക്ടറെ കാണുക, അടുത്തുള്ള മെഡിക്കൽ ഷോപ്പ് കാണുക. ചിലപ്പോൾ ഒരു പാരസെറ്റമോളിലോ ഡോളോയിലോ കഫ് സിറപ്പിലോ അല്ലെങ്കിൽ കഫ് ടാബ്ലറ്റിലോ തീരുന്നതാണ് ഇവരായിരങ്ങളും പതിനായിരങ്ങളും നമ്മിൽ നിന്ന് വാങ്ങുന്നത്. ഇൻഷുറൻസ് കമ്പനി ഉണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി കൊടുക്കും, അവർക്ക് എന്തും ചെയ്യാം എന്നൊരു ലൈസൻസ് ആണത്. നമ്മുടെ വിശുദ്ധന്മാരുടെ പേരിലാവരുത് നിങ്ങളുടെ കൊള്ളിവയ്പ്, പിടിച്ചുപറി. പാവം വിശുദ്ധര്, ആ വിശുദ്ധരൊന്നും മിണ്ടുന്നില്ല, അവർ പ്രവർത്തിക്കുന്നില്ല. എങ്ങനെ പ്രവർത്തിക്കും? ഇവരല്ലേ നീതിദേവതയുടെ വാപത്യ പോലെ ചുറ്റിനും മെഴുകുതിരി കത്തിക്കുന്നത്, ചുറ്റിനും പ്രാർത്ഥനകൾ ഉരുവിടുന്നത്, ചുറ്റിനും പാവങ്ങളായ രോഗികളെ കൊണ്ട് കാശിടിപ്പിക്കുന്നത്. ഓക്കെ, ബൈ. മറ്റു വീഡിയോയുമായി വീണ്ടും നമുക്ക്. ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ പോരുമ്പോൾ ഞാൻ ഒന്നുകൂടി ആ വിശുദ്ധൻ്റെ രൂപത്തിലേക്ക് നോക്കി. ആ മുഖത്ത് പുഞ്ചിരി വിടരുകയായിരുന്നു. അതെ, ഓരോ വിശുദ്ധരുടെയും മുഖത്ത് പുഞ്ചിരി വിടരണമെങ്കിൽ നാം അങ്ങനെയായിരിക്കണം. വിശുദ്ധരൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കട്ടെ നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ ഹോസ്പിറ്റലുകൾ, നമ്മുടെ ദേവാലയങ്ങളിൽ, നാം ആയിരിക്കുന്നിടത്തെല്ലാം. ഓക്കെ.